Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ വിഷു ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിഷു ഒക്കെ നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു കാരണം നമ്മുടെ ഷോപ്പിൽ എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഓർഡർ എടുക്കുക നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഓർഡർ അത്രയും ഫാസ്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് കൂടും. അപ്പോൾ അത് കാരണമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇല്ലാതിരുന്നത്. ഒത്തിരി പേര് വിളിച്ചും മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞു കേട്ടോ ഇങ്ങനെ കാത്തിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിന് ഒത്തിരി സോറി നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. അപ്പോൾ ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ കഴിഞ്ഞ സമയമാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഒന്ന് പറയുവാണ്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സിൽക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ എൻക്വയറി ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പാനൽ കട്ടാണ്. അടുത്ത സിൽക്ക് കുർത്തീസ് നമുക്ക് ഭയങ്കര എൻക്വയറി ആണ്. എല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുർത്തിയാണ് സിൽക്ക് കുർത്തി. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലാണ്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീസിൻ്റെ ഒക്കെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ 4 ഷെയ്ഡ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ട്, ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം, നല്ലൊരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷൈനി ആയിട്ടുള്ളൊരു ഷെയ്ഡ്. യോക്കും നല്ലതാണ്, എല്ലാത്തിലും ടസർ സിൽക്കിൻ്റെ യോക്കാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത വന്നിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. അടുത്ത വന്നിട്ട് എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡും. കിട്ടിലും കളക്ഷൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിലൊരു കളക്ഷൻസ് ആണ്, ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തിൻ്റെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത്. ടസർ സിൽക്കിൻ്റെ പാച്ച് വെച്ചിട്ട് അതിൽ മെയിൻലി കട്ട് ബീഡ്സും ലീഫി ഡിസൈൻസും സ്വീക്കൻസും മിറവോക്കും ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. നെക്കൊക്കെ അത്യാവശ്യം വൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന കുർത്തിൻ്റെ നെക്ക്. നല്ല ഭംഗിയും കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മീഡിയം സൈസാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ഇതിനു മുന്നേ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ കൂട്ടണം എന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ. സൈഡ് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ്, വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെയാണ് സ്ലീവിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ സീ ത്രൂ ആയിട്ടുള്ള ഒരു സ്ലീവ് അല്ല, ലൈനിങ് ഇല്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ യോക്ക് പോർഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടസർ സിൽക്കിൻ്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നെക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കളർ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനും ഒരു മസ്റ്റർഡ് യെല്ലോ, ഒരു പെയിൽ യെല്ലോ, ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ടസറിൻ്റെ പാച്ചാണ് ഈ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷനാണ് ശരിക്കും. നെക്കും നല്ല വൈഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ആണെങ്കിൽ എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ, ഈ ഒരു യെല്ലോ, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 3XL സൈസാണ്, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. ലൈനിങ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതേ സെയിം പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് യോക്ക് പോർഷനിൽ ടസർ സിൽക്കിൻ്റെ പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. മെയിൻലി നമ്മുടെ മിറർ വർക്കും കട്ട് ബീഡ്സും ലീഫി ഡിസൈൻസും ആണ് വരുന്നത്. പിന്നെ ഈ ഒരു നെക്ക് പാർട്ടിലും ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് കൊണ്ടിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്, എന്തായാലും മിസ് ചെയ്യേണ്ട ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ വോക്കിൻ്റെ ക്ലോസ് വ്യൂ ഒന്നും കൂടി ഒന്ന് കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ്. യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ടോണിലുള്ള ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ടസർ സിൽക്കിൻ്റെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറർ വർക്കും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലീഫി ഡിസൈൻസ് ആണ്. ഇതും ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ കളേഴ്സൊക്കെ കാണാൻ. നമുക്ക് ഇതുവരെ വരാത്ത ഷെയ്ഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്. വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ലൈനിങ് ഇല്ലാന്നുണ്ട് അങ്ങനെ സീ ത്രൂ അല്ല.
പിന്നെ ഈ യോക്ക് പോർഷനും നെക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് പൈപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കോമ്പിനേഷനിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോംബോ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നെക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. യോക്ക് ഒരു രക്ഷയില്ലാത്ത യോക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ടസറിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വോക്ക് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻലി വരുന്നത് കട്ട് ബീഡ്സ്, നമ്മുടെ ലീഫി ഡിസൈൻസും മിറർ വോക്കും സീക്വൻസും ആണ്. ഒരു രക്ഷയില്ലാത്തൊരു കളറാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കോമ്പിനേഷൻ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കളറുമാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ മിക്ക ഷെയ്ഡ്സും ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെയാണ് വരുന്ന ഓപ്പൺ വ്യൂ. 47 ആണ് ലെങ്ത് വരുന്നത്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഈ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്, ടസറിൻ്റെ തന്നെ. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണെന്ന് കരുതിയിട്ട് അങ്ങനെ സീത്രൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല ഇത്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ. പിന്നെ നമ്മുടെ നെക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതും പൈപ്പിംഗ് എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് സ്മോൾ മുതൽ XXL വരെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി നെഗറ്റീവ് കമൻസിനെ പറ്റി. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ അത് ശരിക്കും അവർക്കെല്ലാം ശരിക്കും ഭയങ്കര നന്ദിയുണ്ട്. കാരണം ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ആ ഒരു റിവ്യൂസ് വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിന് അത് ശരിക്കും ട്രസ്റ്റ് ശരിക്കും വരുന്നത്. കാരണം വാങ്ങിയവർ പറയുമ്പോഴാണ് ശരിക്കും നമുക്കാണെങ്കിലും അവിടെ കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് മെയിൻലി. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.